സന്തോഷം. പ്രവാസ ലോകത്തെത്തിയതിൽ ഞങ്ങളോട് ഇന്നലെ നല്ല രീതിയിലൊരു വർത്തമാനം നടത്തിയത്. ഞാനതിന് ശേഷം 2017 മാതൃഭൂമിയിൽ താഹാമാണ്ടായി നടത്തിയ താങ്കളുടെ ഇൻ്റർവ്യൂ ഒന്ന് വായിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നി ചില കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കാര്യങ്ങൾ 32 വർഷത്തെ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഒരു സാംസ്കാരിക റിട്ടയർമെൻ്റ് എന്ന രീതിയിലുള്ള ഒരു വാക്കൊന്ന് ആ സംഭാഷണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 12 വർഷത്തിന് ശേഷം വീണ്ടും താങ്കൾ ഈ സാംസ്കാരിക പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത് 2014 മോഡിയുടെ അധികാരവൽക്കരണത്തോടുകൂടി അല്ലെങ്കിൽ ആ ഫാസിസ്റ്റ് നിലപാടുകൊണ്ടുള്ള താങ്കളുടെ എതിർപ്പും നിലപാട് വ്യക്തമായിട്ടാണ്. അതൊക്കെ സംഭവിക്കുമ്പോഴും ഈ 2024 തെരഞ്ഞെടുപ്പിൽ BJPക്ക് 2% കൂടുതൽ വോട്ട് കേരളത്തിൽ കിട്ടി. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? 10 വർഷം സെൻട്രൽ ഗവൺമെന്റിൽ പരിശീലിക്കുന്നവർ വീണ്ടും വരും എന്ന് വിചാരിക്കുന്ന ഒരു മലയാളിയുടെ വോട്ടാണ്. ആ മലയാളിയുടെ വോട്ടെന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ളത് മന്ത്രിമാരായിട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന 2-3 സ്ഥലത്താണ് അവർ വോട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ തൃശ്ശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ഈ 3 ഏറ്റവും കൂടുതൽ വോട്ട്. പിന്നെ 4ാമതൊരു വോട്ട് വന്നിരിക്കുന്നത് ആലപ്പുഴയാണ്. ഇതൊക്കെ ഈ ഒരു പ്രതീക്ഷ, ഈ മന്ത്രി എന്ന് പറയുന്നത് ഇനിയും BJPക്കാർ തന്നെ വരും, അധികാരത്തിൽ വരും എന്നുള്ളതിന് സംശയമൊന്നും ഇല്ലായിരുന്നു മലയാളിക്ക്. അപ്പോൾ അതിനകത്ത് ഒന്നുമില്ലാതെ 2 മന്ത്രിമാരെ കിട്ടുന്നുണ്ടെങ്കിൽ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു വശം അതിനാണ്. ഈ ഫാക്ടറാണ് ഇപ്പം നടന്നതിനകത്ത് വോട്ട് കൂടുതൽ കിട്ടുന്നതിനുള്ള കാരണമായിട്ട് മാറുന്നത്. അല്ലാതെ മോദി സ്വിങ്ങൊന്നും കേരളത്തിലെ ഇല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും അവിടെ 1-2 രണ്ടാമത്തെ സ്ഥാനത്തിൽ അല്ലെങ്കിൽ ജയിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. അത് സംഭവിച്ചിട്ടില്ല. ഇത് അധികാരമുള്ള ഒരു വിഭാഗത്തിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന ഒരു സ്ഥലം വന്നിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പം ഇപ്പം ഈ അനുഭവിച്ചിരിക്കുന്ന സാധനം, ഇപ്പം മോദിക്ക് അവിടെ വടക്കേ ഇന്ത്യയിൽ ചുവട് പോയി എന്നുള്ളത് എല്ലാവരും കാണുന്നുണ്ട് സ്ഥലമാണ്. അടുത്ത ഇലക്ഷൻ ഇത് ആവർത്തിക്കാനുള്ള സാധ്യത തീരെയില്ല. അതാണ് ഞാൻ ആ ലെവലിലേ അത് കാണുന്നത്. അല്ലാതെ കേരളത്തിൽ അങ്ങനെ ആൾക്കാരങ്ങ് BJPക്കാരായി പോയി എന്നുള്ള തിരിധാരണ എനിക്കില്ല. പക്ഷെ അവിടെ ഒരു സ്വിങ് ഉണ്ടെന്ന് പറയുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ മിഡിൽ ക്ലാസ്സിന് മേളിലോട്ട്, മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് അതിന് മേപ്പോട്ടുള്ള ഒരു വിഭാഗം, അത് പ്രത്യേകിച്ചും ഈഴവരുടെ ഇടയിലും നായന്മാരുടെ ഇടയിലും നേരത്തെ CPM-ലും CPI-ലും ഒക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിനകത്തൊക്കെ ഉണ്ടായിരുന്ന, അവർ അധികാരത്തിനകത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് അത് ശരിക്കും ഉള്ളത്. അത് വെള്ളപ്പള്ളി നടേശനൊക്കെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. അയാൾ BDJS ഉണ്ടാക്കി നിൽക്കുന്നത് കാണുമ്പോൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഈ അല്പ സ്വത്തുള്ള കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവനും BJP ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അവർ BJP ആയി മാറിയിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. പക്ഷെ അതൊരു വലിയ നമ്മൾ സ്വിങ് എന്ന് പറയുന്ന നിലവാരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അത് ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന മനുഷ്യന്മാരുടെ ഒരു ബോധം തന്നെയാണ്. അതുകൊണ്ടുണ്ടായിരിക്കുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ട്. അത് ഒരു അത്ര എളുപ്പത്തിൽ പോകുന്നതുമല്ല. അതല്ലാതെ കേരളത്തിൽ മൊത്തത്തിൽ ഹിന്ദുത്വത്തിന് അനുകൂലമായ ഒരു നയമാറ്റം സാധാരണ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന ഒരു ഹൈന്ദവതയിലേക്ക് ഈ കേരളത്തിലെ ഇപ്പൊ CPM ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ അണികൾക്ക് ഏതെങ്കിലും അർത്ഥത്തിലൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നാണ്? അങ്ങനെ ഇല്ല. അത് എന്ന് പറയുന്നത് ഈ പറയുന്ന വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാന്ന്. അവിടുത്തെ സകല അമ്പലത്തിലും പള്ളിയിലും എല്ലാം ഈ ബോർഡ് വയ്ക്കുന്ന DYFIക്കാരില്ലേ, ആ സാധനം ഉണ്ട്. വോട്ടിന് വേണ്ടിയുള്ളതാണ്. വോട്ട് അങ്ങനെ കിട്ടത്തില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യത്തുമില്ല. അതുണ്ട്. അതിപ്പോൾ തുടങ്ങിയ പണിയൊന്നുമല്ല, നേരത്തെ തൊട്ടുള്ളതാണ്. ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് വോട്ട് പോകുമെന്ന് തോന്നിയാൽ പറയാതിരിക്കുക എന്ന് പറയുന്നത്. പണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തൊക്കെ ഇപ്പോൾ എന്താണ് മിശ്ര വിവാഹം ഒക്കെ നടത്തുമായിരുന്നല്ലോ. അതൊക്കെ അങ്ങനെ നിർത്തി കളഞ്ഞില്ലായിരുന്നു. എല്ലാവരും അവിടുത്തെ അമ്മയച്ഛനും ആലോചിക്കുന്ന കല്യാണത്തിനകത്ത് തന്നെ പോയാൽ മതി എന്ന്. പാർട്ടി ഓഫീസിൽ കല്യാണം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അപ്രത്യക്ഷമായി പോയില്ല. ആ സ്വിങ്, ആ കാലഘട്ടം തന്നെയാണ്. അത് വോട്ട് ജാതി മത പ്രകാരം തന്നെയാണ് കേരളത്തിലെ ജനത നിൽക്കുന്നത്. ആ നിൽക്കുന്ന ആൾക്കാരുടെ നിന്ന് തന്നെയാണ് വോട്ട് മേടിക്കേണ്ടത്. അപ്പോൾ ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിനകത്തൊക്കെ വ്യത്യസ്തമായിട്ട്
ജാതിമത ചിന്തകൾക്ക് അതീതമായി നമുക്ക് നിൽക്കണമെന്ന് പറയുന്ന ആളുകൾ പറയുന്നവർ അത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇലക്ഷൻ ഒരു വോട്ട് അധികം വേണം, എന്തെല്ലാം പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു വോട്ടിന് വേണ്ടി എന്ത് ചെയ്താൽ പറ്റുമെന്ന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നിശബ്ദത പാലിക്കുക എന്ന് പറയുന്നതാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഇപ്പം തുടങ്ങിയ ഒരു പ്രവണതയൊന്നുമില്ല, പുതിയ കാര്യമൊന്നും. അവിടെ മാത്രമല്ല, ഈ ക്ഷേത്ര കമ്മിറ്റികളിൽ മുഴുവനും CPM കയറി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ക്ഷേത്ര കമ്മിറ്റി കയറി ഇരുന്ന് തീരുമാനം എടുക്കുന്നത് എന്തുമായിരിക്കും? വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ചെയ്യാനൊക്കത്തുള്ളൂ. അല്ലാതെ അതൊക്കെ ഈ വോട്ട് കിട്ടുന്ന സാധനമായിട്ട് ബന്ധപ്പെട്ടാണ്, വോട്ട് കിട്ടുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ നിൽക്കുന്ന മതം. അല്ല ആരും എന്താണ് നരേന്ദ്രമോദിക്ക് വിശ്വാസമുണ്ടോ? ഒരു പുല്ലുള്ള ഒരുത്തിനൊന്നുമല്ല. നമുക്ക് കാണേണ്ടത് അയാള് ഒറ്റ ദിവസം കൊണ്ട് ശ്രീരാമനെ കളത്തള്ളി പറഞ്ഞില്ലേ, ജഗന്നാഥ് എന്നൊക്കെ വിളിച്ചില്ലേ. അപ്പൊ അയാൾക്ക് ഈ ശ്രീരാമനായിരുന്നു അതുവരെ എന്താണ് തലതൊട്ടപ്പനായിട്ടിരുന്നതല്ലേ, ക്ഷേത്രം ഉണ്ടാക്കി വിദ്വാനല്ലേ, ഇതെല്ലാം ചെയ്തിരുന്ന ആള് എങ്ങനെയാണ് ജയ് ജഗന്നാഥ് എന്ന് പറയുന്നത്? അപ്പൊ അയാൾക്ക് ഹിന്ദു മതവിശ്വാസം ഉണ്ടെന്ന് തിരിച്ചിരിക്കാനോ നമ്മള്? അങ്ങനെയില്ല. ഇന്ത്യയിൽ ഇന്ന് രാഷ്ട്രീയത്തിന് ഏറ്റവും ആവശ്യം ആ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ തന്നെ നിൽക്കുന്നത് എളുപ്പമാണെന്ന് കണ്ടുപിടിച്ചവരാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം. അത് ഇലക്ഷൻ ഓരോ തവണത്തെ ഇലക്ഷൻ നിൽക്കുമ്പോൾ ആൾക്കാർ പഠിക്കുന്നുണ്ട്. ഒരു വോട്ട് കൂടുതൽ മേടിക്കണമെന്നാണ്. ഒരു വോട്ട് കൂടുതൽ കിട്ടാതെ എങ്ങനെയാണ് നിങ്ങൾ ജയിക്കുന്നത്? നിങ്ങളിപ്പോൾ സത്യസന്ധമായ എന്താണ് ശുദ്ധ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് നിന്ന് എത്ര വോട്ട് കിട്ടും? ഇത് കേരളത്തിനെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇലക്ഷൻ വെക്കുകയും നാട്ടുകാരായിരിക്കുന്നവർ അങ്ങനെ തന്നെ തുടർന്നാലും ഉണ്ടാകുന്ന ഒരു ഫിനോമിനയാണ്. അല്ലാതെ ഹിന്ദു മതത്തിനൊന്നും പറ്റിയോ അങ്ങനെ മതവിശ്വാസത്തിനൊന്നും ആരും പോയിട്ടൊന്നുമില്ല. അധ്വാനിക്കൊക്കെ മതവിശ്വാസം ഉണ്ടെന്ന് ഇയാൾ വിചാരിക്കുന്നത്? അങ്ങനെ ഇല്ല. മതവിശ്വാസം അല്ലത്. വോട്ട് മേടിച്ചെടുക്കാനുള്ള ടെക്നിക്ക് എന്നുള്ള നിലവാരത്തിലാണ് മതത്തിനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ച രാഷ്ട്രീയ നിലപാടുകളാണ്, രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയ പുത്തൻ മതമാണത്. ഒപ്പം തന്നെ നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുണ്ടായിരുന്ന രാജഭരണങ്ങളെല്ലാം പോയി, രാജാവിനെ മാറ്റി. രാജാക്കന്മാരുടെ ആദ്യത്തെ ചുങ്കം കഴിഞ്ഞിട്ടുള്ള കാശ് പിരിക്കുന്ന സ്ഥലമായിരുന്ന അമ്പലം, പള്ളി, ഇതെല്ലാം അതിന്റെ നേതൃത്വത്തിലുള്ളവർക്ക് ആ പൈസ കൊടുക്കണമായിരുന്നു. നമ്മൾ ഈ രാജാക്കന്മാരെ മുഴുവൻ മാറ്റിയില്ലേ? 1500 രാജാക്കന്മാരില്ലായിരുന്നു, അവരെല്ലാം മാറ്റിയില്ലേ? അപ്പൊ ഈ അമ്പലത്തിലുണ്ടായിരിക്കുന്ന കാശൊക്കെ എന്ത് എല്ലാം ഈ മത നേതാക്കളായിട്ടിരിക്കുന്നവരുടെ കയ്യിലായിപ്പോയി. അപ്പൊ അവർക്ക് അത് വെച്ച് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നവരായിട്ട് അവർ മാറി. ഇത്തരം ആളുകൾക്ക് പലതും ചെയ്യാൻ പറ്റും. അങ്ങനെയാണല്ലോ ഈ ആശുപത്രിയും സ്കൂളും കോളേജും എല്ലാം മതവിശ്വാസികൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് എന്തിനാണ്? അമ്പലം പള്ളി ഉണ്ടായിരുന്നതിന് എന്തിനാണ്? ഹോസ്പിറ്റൽ തുടങ്ങിയതിനാ? സ്കൂൾ തുടങ്ങിയ എന്തിനാ? കമ്പ്യൂട്ടർ കോളേജ് എങ്ങനെ തുടങ്ങും? വിജ്ഞാനവും അജ്ഞാനവും പഠിപ്പിക്കുന്ന സ്ഥലങ്ങളല്ലേ അതല്ല അവർ തുടങ്ങിയെന്തിനാ? ഈ ആളുകളെ നാട്ടുകാരെ കൈകാര്യം ചെയ്യാനായിട്ട് അവരുടെ അണികളായിട്ട് നിർത്താൻ വേണ്ടി അവർ ചെയ്തൊരു സാധനമാണത്. ഈ സ്ഥാപനങ്ങളെല്ലാം നടത്തുന്നവരായിട്ട് ഒരു മുഴുവൻ മാറിയില്ലേ? ഈ കെട്ടിപ്പിടി ഉമ്മ കോളേജ് അല്ലയോ ഈ അമൃതാനമായി നടത്തണ്ടേ? അതല്ലേ അവർ പഠിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ അതെന്താ അവർ തുടങ്ങാത്തെ? അവരെന്തിനാണ് കമ്പ്യൂട്ടർ കോളേജ് തുടങ്ങുന്നത്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങുന്നത്? എന്തിനാ? ഈ സാധനങ്ങൾ ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത്. ഇതേ യുക്തി മാത്രമാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക്. ഇവന്മാരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വോട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അപ്പം നിങ്ങൾ ആരെങ്കിലും നിർത്തിയാൽ ജയിക്കത്തില്ല. ജയിക്കാത്തവരെ എല്ലാ തവണയും കറക്റ്റായിട്ട് നിർത്തിയാൽ മതിയോ? എന്താ ചെയ്യേണ്ടത്? താനെ ഞാൻ രാഷ്ട്രീയ പാർട്ടിയിലുണ്ടെന്ന് ജയിക്കാൻ നിർത്തുവോ തോക്കാൻ നിർത്തുവോ? ജയിക്കാൻ നിർത്തുവോ? അപ്പൊ എന്തിനാണ് ഇത്? ഇത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒരു മതവിശ്വാസ പ്രശ്നവും ഇല്ല. ആളുകളെ ധ്രുവീകരിച്ച് നിർത്തിയാൽ ഇലക്ഷൻ ജയിക്കാൻ പറ്റുമെന്ന് BJP കണ്ടുപിടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹിന്ദുത്വ പാർട്ടി ഉണ്ടാകുന്നത്. ഹിന്ദുത്വ പാർട്ടി എന്ന് പറഞ്ഞാൽ ഹിന്ദു മതമായിട്ട് വല്ല ബന്ധമുണ്ട്? ഒരു ബന്ധമില്ല. ഇതേ കാരണം തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം. ഇനി മുസ്ലിം ലീഗ് എന്താണ്? മുസ്ലിം വിശ്വാസമുള്ളവരാണ്, കച്ചവടക്കാരാണ് അവര്. അവർക്ക് അത്രയും ആൾക്കാരെ യോജിപ്പിച്ച് നിർത്തി അവർക്ക് കച്ചവടം ചെയ്യാനും അവിടുത്തെ ബിസിനസ് ചെയ്യാനും സഹായിക്കും. പള്ളിക്കകത്ത് കിട്ടുന്ന കാശെല്ലാം കുഞ്ഞാലിക്കുട്ടിക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. ഈ അമ്പലത്തിലുള്ള സകല കാശ് ഈ സകല മുതലാളിമാരുടെ കയ്യിലല്ലേ ഉള്ളത്. അപ്പുറത്തെ തലേന്ന് കൊണ്ടുപോയി കള്ളപ്പണം ഉണ്ടിയപ്പെട്ടിയിലിട്ട് ഇപ്പുറത്തെ എണ്ണി കണക്കാക്കിയ നമുക്ക് കള്ളപ്പണം വെള്ളപ്പണമാക്കാവുന്ന സ്ഥലമാണ് ഈ അമ്പലം. രമേശൻ കോൺട്രാക്ടർ എന്തിനാണ് അമ്പലം തുടങ്ങിയത്? കള്ളപ്പണം വെള്ളപ്പണമാക്കാനുള്ള ഏറ്റവും നല്ല മെക്കാനിസമാണ് ഇത്. ഇതൊക്കെ അറിയണ്ടേ?
തീർച്ചയായിട്ടും തലേന്ന് ഇതേ അയാളെ തന്നെ സ്വന്തം അമ്പലത്തിനകത്ത് ഇത് രാത്രി കൊണ്ടുപോയി പെട്ടിക്കകത്തിടും. പെട്ടിക്കകത്തിട്ട പിറ്റേ ദിവസം എണ്ണി എടുത്തു കഴിഞ്ഞാൽ അത് വെള്ളപ്പണമാകും. അതിനാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം. ഒരു കാലത്ത് പിന്നെ യുവതാരയുടെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കേരളത്തിലെ പല മാറ്റങ്ങൾക്കും യുവജന പ്രസ്ഥാനങ്ങൾ നടത്തിയുള്ള സംഭാവന ആർക്കും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. നിങ്ങൾ അന്ന് യുവതാരയുടെ എഡിറ്ററായി പ്രവർത്തിക്കുന്ന കാലത്ത് നിന്നുകൊണ്ട് ഇന്നത്തെ കേരളത്തിലെ, ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പേരെടുത്ത് പറയുന്നില്ല, ഇന്നത്തെ കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അത് ഈ അധികാരത്തിൽ കയറുമ്പോൾ ഞാൻ എഴുതിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ളതാണ് ഈ സ്ട്രഗ്ലിംഗ് ക്ലാസ് എന്ന് പറയുന്ന നമ്മൾ മാർക്സിസമാണ് അന്ന് ഉപയോഗിച്ചിരുന്നത് ചിന്തിക്കാനും പറയാനൊക്കെ. അപ്പോൾ അന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ക്ലാസ് റൂളിംഗ് ക്ലാസ് ആയിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നൊരു പ്രശ്നം. ഇപ്പോൾ CPM-ന്റെ പ്രതിപക്ഷത്ത് CPM ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇരിക്കുമ്പോൾ SFIയും DYFI ഒക്കെ കടന്ന് സമരം ചെയ്യും. സമരം ചെയ്യുന്നവർ ഇവരെ ഭരിക്കാൻ കയറുമ്പോൾ എന്ത് ചെയ്യും? തൊഴിലില്ലായ്മയുണ്ട്. ഈ പ്രസ്ഥാനം SFIക്കാരന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ, DYFIക്കാരൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ അത് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. ഈ 5 കൊല്ലം ഇവരൊന്ന് ഇറങ്ങിയിട്ട് വേണം, യഥാർത്ഥത്തിൽ തോറ്റിട്ട് വേണമെന്ന് സമരം ചെയ്യാൻ. ഇത് ഒരു ധാർമ്മിക പ്രശ്നമാണ്. നിങ്ങൾ ആ സമയത്ത് ഈ യുവജനങ്ങളെയും വിദ്യാർത്ഥി സംഘടനകളെയും എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ ആർക്കും അറിഞ്ഞൂടാ. കാരണം ഇങ്ങനെ അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വിപ്ലവത്തിൽ ഇരിക്കാനായിട്ട് ആണല്ലോ തുടങ്ങിയത്. വിപ്ലവമൊക്കെ മാറ്റി നിർത്തി നമ്മൾ ഇലക്ഷനകത്ത് പോയി കഴിഞ്ഞപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിഞ്ഞൂടാ. ഇത് അവരുടെ ഒരു വ്യക്തിപരമായ പ്രശ്നമല്ല, ഭയങ്കര പാടാണ്. കാരണം ഈ പരിഷ്കരണ പ്രവർത്തനങ്ങളൊന്നും ചെയ്തുകൂടാ. കാരണം ആളുകളുടെ തീവ്രമായ വിപ്ലവ എന്താണ് ഒരു മൂച്ചങ്ങ് പോകും പരിഷ്കരണങ്ങളൊക്കെ ചെയ്താൽ. അത് കാരണം കൊണ്ടാണ് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഞാൻ ഈ DYFIയുടെ മാസികയൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആ സമയത്തിന് ഒക്കെ നമ്മൾ ഈ പ്രശ്നത്തിനെ അഡ്രസ് ചെയ്യാനായിട്ട് പലതരത്തിലായാലും ഇപ്പൊ ഇക്കോളജിയൊക്കെ ആയിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ സമയത്തെല്ലാം പച്ചക്കറിയൊക്കെ വിതരണം ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളിതൊക്കെ ഭയങ്കര തിയററ്റിക്കലായിട്ട് കണ്ടുപിടിച്ചതാണ്. ഗവൺമെന്റിന്റെ പദ്ധതികളെടുത്ത് ഈ യുവജന സംഘടനകൾ നടത്തണമെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടായിരുന്നു അന്നത്തെ തിയററ്റിക്കലായിട്ട് നമ്മൾ വയ്ക്കും. അത് ഈ പാർട്ടി മേൽഘടകങ്ങളിനകത്ത് ഇതെല്ലാം പറയുകയൊക്കെ ചെയ്തിട്ടായിരുന്നു അത്തരത്തിലുള്ള പദ്ധതികൾ. അതുപോലെ അഴിമതി വിരുദ്ധ സമരം NGO യൂണിയനെ കൊണ്ട് ചെയ്യിച്ചിരുന്ന ഒരു സമയമുണ്ട്. നിങ്ങളത് നോക്കിയാൽ അത് കാണും. എല്ലാ NGO യൂണിയന്റെ മുൻവശത്ത്, ഓഫീസിന്റെ മുൻവശത്ത് ഒരു അഴിമതി വിരുദ്ധ സെല്ലുണ്ടാക്കിയായിരുന്നു. അതേപോലെ തന്നെയാണ് ഇൻഫർമേഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വികസിപ്പിച്ച ഒരു സാധനമാണ്. ഗവൺമെന്റിന്റെ പദ്ധതികൾ മുഴുവനും അറിയിക്കുക, അത് മറ്റുള്ളവരെ അറിയിക്കുക. അതിനകത്തു നിന്നാണ് നിങ്ങൾ ഇന്ന് കാണുന്ന അക്ഷയ എന്ന് പറയുന്ന സാധനം രൂപപ്പെട്ടത്. ഇതുപോലുള്ള സാധനങ്ങൾ കാരണം ഈ സ്ട്രഗ്ലിംഗ് ക്ലാസ് റൂളിംഗ് ക്ലാസ് ആകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അപ്പോൾ അത് ഗവൺമെന്റിന്റെ പദ്ധതികൾ ഉണ്ട്, അത് നാട്ടുകാരെ അറിയിച്ച് അതിന്റെ ഗുണഭോക്താക്കളാക്കി മാറ്റുക എന്ന് പറയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറണം എന്ന് പറയുന്ന സൈദ്ധാന്തിക നിലപാടിലേക്ക് കൊണ്ടുവരുന്ന വഴി ആ ആക്ടിവിറ്റിയുടെ തുടർച്ചയ്ക്ക് ആ സമയത്തായിരുന്ന സാക്ഷരതാ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ജനകീയാസൂത്രണം എന്ന് പറയുന്നത്, ഇതെല്ലാം രൂപപ്പെടുത്തുന്നു. നമ്മളെല്ലാം അതിനകത്ത് പണിയെടുത്തിട്ടുള്ളതാണ്. ഇത് സൈദ്ധാന്തികമായ നിലപാടുകളൊക്കെയാണ്. ഇങ്ങനത്തെ ചെയ്തിരുന്ന എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മറ്റേതല്ലെന്നുണ്ടെങ്കിൽ അതുവരെ നമ്മളെല്ലാം അനുഭവിച്ചിരുന്നതാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർ അധികാരത്തിലൂടെ കയറി കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ബഹുജന സംഘടനകളും വായും വിളിച്ചൊരു ഇരിപ്പാണ്. കാരണം ഇനി അടുത്ത വർഷം തോറ്റിട്ട് വേണം സമരം തുടങ്ങാൻ. ഈ പറയുന്ന സമയത്ത് ചെയ്യേണ്ടി വരുന്ന ഒരു ഒരു രാഷ്ട്രീയ പ്രശ്നമാണത്. അതില് സ്വാഭാവികമായിട്ടും നേതൃത്വം അതിൻ്റെ അകത്ത് ഇടപെടുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു നമ്മൾ ഒരു കേരളത്തിലുണ്ടാകുന്ന ഇപ്പം 70-കളിലൊക്കെ നിങ്ങളൊക്കെ പിന്നെ വി രാജീവൻ, സച്ചിദാനന്ദ മാഷൊക്കെ നടത്തിയ ഒരു സാംസ്കാരിക ഇടപെടലുണ്ടായിരുന്നു കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ചെയ്തിരുന്ന സമയത്ത് ഞാനേ ഇല്ല, എനിക്ക് അതിനകത്ത് അഭിപ്രായം. പിന്നീട് നിങ്ങൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ 82-ന് ശേഷമാണ് ഞാൻ വരുന്നത്. അപ്പോൾ സാംസ്കാരിക വേദിക്ക് പ്രധാന പ്രവർത്തനം മരവിച്ചു കഴിഞ്ഞത്, അത് തകർന്നതിന് ശേഷമാണ്. നക്സലിനെ കുറിച്ച് നിങ്ങൾ വേറൊരു ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട്. അല്ല, അത് നക്സലേറ്റ് പ്രസ്ഥാനമല്ല സാംസ്കാരിക വേദി. ഇത് സാംസ്കാരിക വേദിയെ പിടിച്ചതാണ്, നക്സലേറ്റ് പാർട്ടി പിടിക്കുകയാണ് ചെയ്തത്. അത് സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടു വന്ന ഒരെണ്ണം കൂടാണ്. ആൾക്കാർ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള യുവാക്കൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയമുള്ളവർ തന്നെ
ചേരുന്നുണ്ട്. പക്ഷെ അതിനകത്തേക്ക് നക്സലൈറ്റ് പാർട്ടി പിന്നെ കടന്നു വരിക ചെയ്തിട്ടുള്ളത്. അത് വാസനദ്രോഹമൊക്കെ കൂടാണ് അതിനകത്ത് കയറുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരു വിഭാഗമായിരുന്നു യഥാർത്ഥത്തിലുണ്ടായിരുന്നത്. അതേസമയത്ത് കണക്ഷൻ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ഈ പാർട്ടി പരിപാടി കൃത്യമായി നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ തന്നെ ആയിരുന്നു, മറ്റു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ തന്നെയായിരുന്നു നക്സലൈറ്റ് പാർട്ടി നിന്നിരുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്യാൻ, അപ്പൊ ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത് പോലെ തന്നെ ജനകീയ വിചാരണ ഉണ്ടാകുന്നത് സമയമൊക്കെ മറ്റേ കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊക്കെ പ്രശ്നമുണ്ടായി. കാരണം ഈ ആളുകൾക്ക് ഈ ജനകീയ വിചാരണ എന്ന് പറഞ്ഞാൽ വളരെ നിയന്ത്രണപരമായി അണിയിക്കുന്ന ആ വർക്കൊക്കെ വരുന്ന സമയത്ത് ആളുകൾ വളരെ വയലന്റ് ആകും. അല്ല, ജനങ്ങൾ മര്യാദയ്ക്കൊന്നും പെരുമാറുന്നവരൊന്നുമല്ല, വലിയ പ്രോബ്ലമായി മാറി. കാരണം ഇവര് ആളുകളെ അങ്ങ് കൊന്നുകളയുകയൊക്കെ ചെയ്യും. അല്ലാതെ ഈ വിചാരിക്കുന്ന പോലെ നിയന്ത്രിച്ച് ഇത് കൊണ്ടുപോകാനൊന്നും ഒക്കത്തില്ല. ഭയങ്കര സൈദ്ധാന്തിക പ്രശ്നം അവർ അനുഭവിച്ചിട്ടുള്ള കാലമുണ്ടെന്ന്.